പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സുഹൃത്തിന്റെ ഓഡിയോ സന്ദേശം പുറത്തുവിട്ട സിദ്ധാർത്ഥന്റെ കുടുംബം സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നതാണെന്നാണ് ആ ഓഡിയോയിൽ പറയുന്നത്. മൃഗീയമായി സിദ്ധാർത്ഥനെ തല്ലി. അവന്റെ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ട്. മർദ്ദിച്ചവർ പുറത്ത് നല്ലവരായി അഭിനയിക്കുകയാണെന്നും സന്ദേശത്തിലുണ്ട്. സുഹൃത്തിന്റെ ഓഡിയോ സന്ദേശം പോലീസിന് കൈമാറിയെന്ന് കുടുംബം അറിയിച്ചു. എല്ലാരും കാണാൻ ഹോസ്റ്റലിൽ നടുക്കുവെച്ച് വരുന്നവനും പോകുന്നവരും അവനെ വയറെടുത്തും ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിയത്. മൃഗീയമായിട്ട് അവനെ തല്ലിയിട്ടുള്ളവര് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനെ തല്ലിക്കുന്നത് തന്നെയാണ്. അവന്റെ ബാച്ചിലുള്ളവരും ഇതില് പങ്കുണ്ട്. ഒരാളെ പോലും വെറുതെ വിടരുത്, കൊന്നതാ. അവന്മാര് പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെ കാണും മോശം ആൾക്കാർ. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, സഹപാഠിയുടെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഓഡിയോ സന്ദേശം പോലീസിനും കുടുംബം കൈമാറിയിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്ന ക്രൂരതയെക്കുറിച്ച് എന്തൊക്കെ വെളിപ്പെടുത്തൽ നടത്തുന്നു ആ കുട്ടി? ദിവ്യ, സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെയാണ് ഈ ഓഡിയോ സന്ദേശം ഇപ്പോൾ കുടുംബം പുറത്തുവിട്ടിരിക്കുന്നത്. സിദ്ധാർത്ഥിന് മൃഗീയമായിട്ടുള്ള ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നാണ് സിദ്ധാർത്ഥിന്റെ സുഹൃത്ത് അയച്ച ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. പട്ടിയെ തല്ലുന്നത് പോലെ കുറേയധികം വിദ്യാർത്ഥികൾ ചേർന്ന് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചു. വരുന്നവനും പോകുന്നവനുമെല്ലാം സിദ്ധാർത്ഥിന്റെ വയറ്റിലും നെഞ്ചത്തുമെല്ലാം ചവിട്ടി അതിക്രൂരമായ മർദ്ദനമാണ് സിദ്ധാർത്ഥിന് ഏൽക്കേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ സുഹൃത്ത് പറയുന്നത്. ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി അടിച്ചു. അതുപോലെ ഈ പുറത്ത് നല്ലവരാണ് എന്ന് കാണിക്കുന്ന ആളുകൾ, ഈ പറയുന്ന സുഹൃത്തുക്കൾ കഴുകനേക്കാട്ടിലും ക്രൂര മനസ്സുള്ള ആളുകളാണ് എന്നാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ സുഹൃത്ത് പറയുന്നത്. ഈ ഓഡിയോ സന്ദേശം സിദ്ധാർത്ഥിന്റെ കുടുംബം ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റെ മരണം സാധാരണ നിലയിൽ ഒരു ആത്മഹത്യ മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. ഈ സന്ദേശത്തിൽ വളരെ കൃത്യമായിട്ട് സിദ്ധാർത്ഥിന് ക്രൂരമായിട്ടുള്ള മൃഗീയമായ മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതാണ്. ഈ ശബ്ദ സന്ദേശം ഇപ്പോൾ കുടുംബം അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറേയധികം വിദ്യാർത്ഥികൾ, സിദ്ധാർത്ഥിനൊപ്പം പഠിച്ചിരുന്ന സുഹൃത്തുക്കൾ പോലും സിദ്ധാർത്ഥിനെ മർദ്ദിച്ചിരുന്നു എന്ന് തന്നെയാണ് ഈ ഓഡിയോ ശബ്ദ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ശബ്ദ സന്ദേശം കുടുംബം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അന്വേഷണ സംഘത്തിന് കൈമാറിയതിനപ്പുറത്തേക്ക് ചില സുഹൃത്തുക്കൾ, സിദ്ധാർത്ഥിന്റെ ചില സുഹൃത്തുക്കൾ ഈ വീട്ടിലെത്തി ഈ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടിയാണ് അല്പസമയം മുമ്പ് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ചില വിദ്യാർത്ഥികളുടെ പേരെടുത്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ പറയുന്ന സിഞ്ചു അടക്കമുള്ള ചില വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനെ തിരികെ വീട്ടിലേക്ക് മടങ്ങാൻ വന്ന സിദ്ധാർത്ഥിനെ എറണാകുളത്ത് നിന്ന് തിരിച്ച് വീണ്ടും പൂക്കോട് സർവകലാശാലയിലേക്ക് വിളിക്കുന്നു, ഹോസ്റ്റലിൽ എത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ശബ്ദ സന്ദേശത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്. സിദ്ധാർത്ഥിന്റെ സുഹൃത്തിന്റെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നത്. തല്ലിക്കൊന്നതാണ് സിദ്ധാർത്ഥിനെ എന്നാണ് ആ കുട്ടി പറയുന്നത്. ഈ ഓഡിയോ സന്ദേശം പോലീസിന് അന്വേഷണ സംഘത്തിന് കുടുംബം കൈമാറിയിട്ടുണ്ട്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.